മകളെ, കൗരവരും പാണ്ഡവരും തമ്മിലുണ്ടായ സ്വത്തവകാശ തർക്കത്തിന്മേൽ ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണാൻ സാധിക്കാതെ ഒരു യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇരുകൂട്ടരും സൈന്യത്തെയും കൂട്ടി കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയുടെ സമീപം എത്തി അവിടെ താവളമുറപ്പിച്ചു. കൗരവരുടെ പാളയത്തിൽ വെച്ച് ദുര്യോധനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പാണ്ഡവപക്ഷത്തെ പ്രമുഖരായ സൈനികാധിപന്മാരുടെ വിശദീകരണം ഭീഷ്മർ പറയുകയായിരുന്നു. അവരിൽ ശിഖണ്ഡി എന്ന ദ്രുപദരാജാവിൻ്റെ മകനെക്കുറിച്ച് ഭീഷ്മർ വിശദീകരിച്ചു. യഥാർത്ഥത്തിൽ ശിഖണ്ഡി പുരുഷനായിരുന്നില്ലെന്നും ജനിച്ചപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നുവെന്നും ഭീഷ്മർ പറഞ്ഞു. മുൻജന്മത്തിൽ ശിഖണ്ഡി കാശി രാജാവിൻ്റെ മകളായ അംബ ആയിരുന്നെന്നും തൻ്റെ സഹോദരനായ വിചിത്രവീരൻ്റെ ഭാര്യമാരായി ഇരിക്കുവാൻ വേണ്ടി താൻ കടത്തിക്കൊണ്ടുവന്ന കാശി രാജാവിൻ്റെ 3 പുത്രിമാരിൽ മൂത്തവളായ ഇവൾ സാൽവൻ എന്ന രാജാവുമായി വിവാഹം നടത്തിയിരുന്നുവെന്നും അറിഞ്ഞപ്പോൾ ഭീഷ്മർ അവളെ മടക്കി അയച്ചു. പക്ഷേ സാൽവൻ അവളെ സ്വീകരിച്ചില്ല. ദുഃഖിതയായ അവളെ സഹായിക്കാൻ പരശുരാമൻ തയ്യാറായി. അംബയെ ഭീഷ്മർ വിവാഹം കഴിക്കണമെന്ന് പരശുരാമൻ ആവശ്യപ്പെട്ടു. അതിലൂടെ ഭീഷ്മർക്ക് പരശുരാമനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. പരശുരാമൻ തോറ്റു. പരശുരാമൻ ഉറപ്പു നൽകിയതുപോലെ ഭീഷ്മർ തന്നെ സ്വീകരിക്കുകയില്ലെന്ന് മനസ്സിലായ അംബ അഗ്നിയിൽ ചാടി ജീവൻ ഉപേക്ഷിച്ചു. അടുത്ത ജന്മത്തിൽ ഭീഷ്മരെ വധിക്കാൻ കഴിയുമെന്ന് പരമശിവൻ അനുഗ്രഹിച്ചതിനാലാണ് അവൾ ജീവൻ വെടിഞ്ഞത്. അംബ വീണ്ടും ജന്മമെടുത്തത് ദ്രുപദ രാജാവിൻ്റെ ശിഖണ്ഡിനി എന്ന മകളായിട്ടാണ്. പരമശിവൻ്റെ അനുഗ്രഹത്താൽ ജനിച്ച ഇവൾ പിന്നീട് പുരുഷനായി മാറുമെന്ന് അദ്ദേഹം അനുഗ്രഹിച്ച് പറഞ്ഞിരുന്നു. അതിനാൽ ദ്രുപദൻ അവളെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിയത്. പരമശിവൻ്റെ അനുഗ്രഹത്തിൽ വിശ്വസിച്ച ദ്രുപദൻ ശിഖണ്ഡിനിയെക്കൊണ്ട് ദശാർണത്തിലെ രാജാവായ ഹിരണ്യവർമ്മൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു. എന്നാൽ തൻ്റെ ഭർത്താവ് ഒരു സ്ത്രീയാണെന്നറിഞ്ഞ ആ രാജകുമാരി വിവരങ്ങൾ പിതാവിനെ അറിയിച്ചു. അതോടെ പാഞ്ചാല രാജാവായ ദ്രുപദൻ ദശാർണത്തിൻ്റെ ശത്രുവായി തീർന്നു. അദ്ദേഹം കേട്ടതൊന്നും സത്യമല്ലെന്ന് ധരിപ്പിക്കുവാൻ ദ്രുപദൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഹിരണ്യവർമ്മൻ പാഞ്ചാലം ആക്രമിക്കുവാൻ തീരുമാനിച്ചു. സഹായികളായി എത്തിയ രാജാക്കന്മാരോട് ഹിരണ്യവർമ്മൻ പറഞ്ഞു, ശിഖണ്ഡി സ്ത്രീയാണെങ്കിൽ ദ്രുപദ രാജാവിനെ ബന്ധനസ്ഥനാക്കി എൻ്റെ മുന്നിൽ ഹാജരാക്കി വധിച്ചു കളയുക. ശിഖണ്ഡിയെയും വധിക്കണം. എന്നിട്ട് മറ്റാരെയെങ്കിലും പാഞ്ചാലത്തിൻ്റെ രാജാവായി വാഴിക്കുക. ദ്രുപദൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ തൻ്റെ രാജ്ഞിയെ കണ്ട് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം അവൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. രാജ്ഞി പറഞ്ഞു, എല്ലാവർക്കും ഈശ്വരാരാധന ശ്രേയസ് നൽകുന്നു. അപ്പോൾ വിഷമസന്ധിയിലായ അങ്ങയ്ക്കും ഈശ്വരനെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. അങ്ങ് എത്രയും വേഗം രാജ്യഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ച് ഈശ്വരപൂജയ്ക്കായി പുറപ്പെടണം. ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ശിഖണ്ഡിനിക്കും ദുഃഖമായി. താൻ കാരണമാണല്ലോ തൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കുന്നത് എന്ന് ചിന്തിച്ച് അവൾ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. അതിനായി പുറപ്പെട്ട് നഗരത്തിൽ നിന്നും വിട്ട് ഒരു വനത്തിൽ പ്രവേശിച്ചു. അവിടെ വച്ച് സ്തൂണാകർണൻ എന്നു പേരായ ഒരു യക്ഷനെ ശിഖണ്ഡിനി കണ്ടുമുട്ടി. അവൾ വിവരങ്ങളെല്ലാം യക്ഷനെ അറിയിച്ചു. യക്ഷൻ തനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ശിഖണ്ഡിനിയോട് ചോദിച്ചു. ശിഖണ്ഡിനി പറഞ്ഞു, അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ ഒരു യുവാവാക്കി മാറ്റാൻ കഴിയണം. എൻ്റെ പേരിൽ ദശാർണ രാജാവ് ഞങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ്. രാജാവ് അവിടെ എത്തുന്നതിന് മുൻപ് ഒരു പുരുഷനായി എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തണം. ശിഖണ്ഡിനിയോട് അലിവ് തോന്നിയ യക്ഷൻ പറഞ്ഞു, ശരി, ഞാനൊന്ന് ചെയ്യാം. കുറച്ചു കാലത്തേക്ക് എൻ്റെ പുരുഷത്വം നിങ്ങൾക്ക് തരാം. ആവശ്യം കഴിഞ്ഞാൽ മടക്കിത്തരാമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. അതുവരെ ഞാനിവിടെ സ്ത്രീരൂപത്തിൽ കഴിഞ്ഞുകൊള്ളാം. ശിഖണ്ഡിനി സമ്മതിച്ചു. ദശാർണ രാജാവ് മടങ്ങിപ്പോയാലുടൻ ഞാൻ സ്ത്രീത്വം മടക്കി വാങ്ങിക്കൊള്ളാം. ആ വ്യവസ്ഥയിൽ യക്ഷൻ തൻ്റെ പുരുഷത്വം ശിഖണ്ഡിനിക്കും ശിഖണ്ഡിനി സ്ത്രീത്വം യക്ഷനും നൽകി. ഒരു പുരുഷരൂപത്തിൽ ശിഖണ്ഡിനി തൻ്റെ പിതാവിൻ്റെ മുന്നിൽ എത്തി. പരമശിവൻ നൽകിയ വരം ഫലിച്ചതിൽ ദ്രുപദനും രാജ്ഞിയും വളരെയേറെ സന്തോഷിച്ചു. അപ്പോഴേക്കും ഹിരണ്യവർമ്മൻ്റെ സേന പാഞ്ചാലത്ത് എത്തി. ദ്രുപദൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ശിഖണ്ഡി പുരുഷനല്ലേ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിഞ്ഞാലും ഹിരണ്യവർമ്മൻ്റെ ആൾക്കാർ നടത്തിയ പരിശോധനയിൽ ശിഖണ്ഡി പുരുഷൻ തന്നെയാണെന്ന് തീർച്ചയായി.
ഈ വിവരം അവർ ഹിരണ്യവർമ്മനെ അറിയിച്ചു. ഒടുവിൽ ദുര്യോധനൻ്റെ സൽക്കാരങ്ങൾ സ്വീകരിച്ച് ശിഖണ്ണിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി ഹിരണ്യവർമ്മൻ മടങ്ങിപ്പോയി. ഇതിനിടയിൽ ഒരിക്കൽ യക്ഷരാജാവായ കുബേരൻ സ്തൂണാകർണൻ്റെ വീട്ടിൽ എത്തി. ആ വീട് മുഴുവൻ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മുടി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ട് കുബേരൻ തൻ്റെ അനുയായികളോട് ചോദിച്ചു, ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു. സ്തൂണാകർണൻ ഈയിടെയായി എൻ്റെ മുന്നിലേക്ക് വരുന്നതുമില്ല. അനുചരന്മാർ വിവരങ്ങളെല്ലാം കുബേരനെ അറിയിച്ചു. ആ വാർത്ത കേട്ട് കുബേരൻ ക്രോധത്തോടെ പറഞ്ഞു, ഈ പാപിയായ യക്ഷൻ ഇനിമേലിലും സ്ത്രീയായി തന്നെ തുടരുമെന്ന് ഞാൻ ശപിക്കുന്നു. ഇത് കേട്ട് കിങ്കരന്മാർ പറഞ്ഞു, പ്രഭു, ആ ശാപത്തിന് ഒരു കാലാവധി നിശ്ചയിക്കണം. ശിഖണ്ഡി യുദ്ധത്തിൽ മരിക്കുന്നതുവരെ യക്ഷൻ സ്ത്രീയായി തന്നെ തുടരുമെന്ന് കുബേരൻ ശാപമോക്ഷം നൽകി. ശിഖണ്ഡി വാക്കുപാലിച്ചു. അയാൾ യക്ഷനെ കണ്ട് സ്ത്രീത്വം തിരികെ വാങ്ങുവാനെത്തി. ആ സത്യസന്ധത കണ്ട് യക്ഷൻ വിവരങ്ങളെല്ലാം അറിയിച്ച് ശിഖണ്ഡിയെ തിരിച്ചയച്ചു. പരമശിവൻ നൽകിയ അനുഗ്രഹം സത്യമായി തീർന്നതിൽ ദുര്യോധനും രാജ്ഞിയും വളരെയേറെ സന്തോഷിച്ചു. ഭീഷ്മർ പറഞ്ഞു നിർത്തി, രാജാവേ, ഞാൻ ഓരോ കാലത്തും അയച്ച ചാരന്മാരാണ് ഈ വിവരങ്ങൾ എന്നെ അറിയിച്ചു കൊണ്ടിരുന്നത്. ഈ സംഭവങ്ങളെല്ലാം യഥാസമയം സഞ്ജയൻ ധൃതരാഷ്ട്രരെ അറിയിച്ചു കൊണ്ടിരുന്നു. അടുത്ത പ്രഭാതത്തിൽ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു, രാജാവേ, ദുര്യോധനൻ ഭീഷ്മരോട് ചോദിച്ചു, പിതാമഹ, പാണ്ഡവരുടെ സൈന്യം കടൽ പോലെ പരന്നു കിടക്കുന്നു. ഈ സൈന്യത്തെ മുഴുവൻ വധിക്കുവാൻ അങ്ങേക്ക് എത്ര നാൾ വേണ്ടിവരും? ദ്രോണാചാര്യർ, അശ്വത്ഥാമാവ്, കർണൻ തുടങ്ങിയ മഹാരഥന്മാർക്ക് ഈ സൈന്യത്തെ ഇല്ലാതെയാക്കാൻ എത്ര നാൾ വേണം? ഭീഷ്മർ പറഞ്ഞു, മകനെ, സൈന്യത്തെ സംബന്ധിച്ചിട്ടുള്ള ആകാംക്ഷ ഏതൊരു രാജാവിനും ഉണ്ടാകണം. നീ ചോദിച്ചത് ഉചിതം തന്നെ. എൻ്റെ രീതിയിൽ പറയാം. ലഘുവായി പൊരുതുന്നവനോട് ലഘുവായും മായായുദ്ധം നടത്തുന്നവനോട് മായ കൊണ്ടും പൊരുതണം. അതാണ് ധർമ്മയുദ്ധം. ദുര്യോധന, ഇത്തരത്തിൽ ഞാൻ യുദ്ധം ചെയ്താൽ തന്നെ ഒരു ദിവസം 10,000 കാലാളിനെയും 1000 രഥസൈന്യത്തെയും കൊല്ലുവാൻ എനിക്ക് കഴിയും. മഹത്തായ അസ്ത്രങ്ങളാണ് ഞാൻ പ്രയോഗിക്കുന്നതെങ്കിൽ പാണ്ഡവരെയും സൈന്യത്തെയും മുഴുവൻ വധിക്കുവാൻ എനിക്ക് 1 മാസം മതിയാകും. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, രാജാവേ, ഞാൻ വൃദ്ധനായി. എന്നാലും ഭീഷ്മർ പറഞ്ഞതുപോലെ മൊത്തം സൈന്യത്തെയും വധിക്കുവാൻ എനിക്കും 1 മാസം തന്നെ വേണ്ടിവരും. കൃപാചാര്യർ 1 മാസം കൊണ്ട് എന്നും അശ്വത്ഥാമാവ് 10 ദിവസം കൊണ്ടും എല്ലാവരെയും വധിക്കാമെന്ന് പറഞ്ഞു. കർണൻ പറഞ്ഞു, രാജാവേ, വെറും 5 ദിവസങ്ങൾ കൊണ്ട് ഈ പാണ്ഡവ സൈന്യത്തെ ഇല്ലാതെയാക്കുവാൻ എനിക്ക് കഴിയും. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭീഷ്മർ പറഞ്ഞു, ഹേ സൂതപുത്ര, യുദ്ധക്കളത്തിൽ കൃഷ്ണാർജുനന്മാരുടെ മുന്നിൽ എത്തുന്നതുവരെ ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊള്ളൂ. അവരെ നേരിടുമ്പോഴും ഈ പൊങ്ങച്ചം നിന്റെ നാവിൽ ഉണ്ടാവണം. കൗരവരുടെ പാളയത്തിൽ നടന്ന ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ചാരന്മാർ മുഖേന യുധിഷ്ഠിരൻ അറിഞ്ഞു. അദ്ദേഹം അനുജന്മാരെ വിളിച്ചുകൂട്ടി ചോദിച്ചു, അനുജന്മാരെ, കൗരവർ നടത്തിയ ചർച്ചകൾ ചാരന്മാർ എന്നെ അറിയിച്ചിരിക്കുന്നു. അർജുന, ശത്രുസംഹാരത്തിന് നിനക്ക് എത്ര ദിവസം വേണം? അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, പ്രളയകാലത്ത് സകല ജീവജാലങ്ങളെയും സംഹരിക്കുവാൻ ശ്രീപരമേശ്വരൻ ഉപയോഗിക്കുന്ന പാശുപതാസ്ത്രം എൻ്റെ കയ്യിലുണ്ട്. ഒപ്പം ശ്രീകൃഷ്ണൻ എൻ്റെ ഒപ്പമുണ്ട് താനും. അതിനാൽ എൻ്റെ ശക്തിയാൽ രഥത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ 3 ലോകങ്ങളെയും സംഹരിക്കുവാൻ എനിക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഈ ദിവ്യാസ്ത്രങ്ങളാൽ പോർക്കളത്തിൽ മനുഷ്യരെ വധിക്കുന്നത് ശരിയല്ല. അർജുനൻ തുടർന്നു, ജ്യേഷ്ഠ, നമുക്ക് നേരിട്ട് തന്നെ പൊരുതി വിജയിക്കാം. അങ്ങയെ സഹായിക്കുന്നവരെല്ലാം ദിവ്യാസ്ത്രങ്ങൾ വശമുള്ള വീരന്മാരായിരിക്കും. അങ്ങ് ക്രോധത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ അങ്ങയുടെ മുന്നിലുള്ള സൈന്യം ഭസ്മമായി പോകും. നേരം പുലർന്നു. സൂര്യദേവൻ തൻ്റെ രഥത്തിൽ യാത്ര തുടങ്ങി. ദുര്യോധനൻ്റെ ആജ്ഞയാൽ കൗരവ സൈന്യം ആക്രമിക്കാൻ തയ്യാറായി നിന്നു. ദ്രോണാചാര്യർ സൈന്യത്തലവനായ സംഘത്തിൽ അവന്തി രാജാക്കന്മാരായ വിന്ദനും അനുവിന്ദനും ഒപ്പം കേകയൻ, ബാഹ്ലീകൻ എന്നിവർ മുന്നേറി. പിന്നാലെ ഭീഷ്മർ, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, ശകുനി എന്നിവർക്ക് പിന്നിലായി മറ്റു രാജാക്കന്മാർ അവരവരുടെ സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു. അവർക്ക് പിന്നിലായി ശല്യർ, ദുര്യോധനൻ, ബൃഹദ്രഥൻ, ഭൂരിശ്രവസ്, തൃഗർത്ത രാജാവ്, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ തുടങ്ങിയവരും പടനയിച്ചു. ദുര്യോധനൻ പടച്ചട്ടയണിഞ്ഞ് യുദ്ധഭൂമിയുടെ മധ്യത്തിൽ നിലകൊണ്ടു. ഇതേ വിധത്തിൽ ദൃഷ്ടദ്യുമ്നൻ നയിക്കുന്ന സൈന്യം പടക്കളത്തിലേക്ക് പോകുവാൻ യുധിഷ്ഠിരൻ ആജ്ഞാപിച്ചു. ദൃഷ്ടദ്യുമ്നൻ നയിച്ച സൈന്യത്തിൽ അഭിമന്യു, ദ്രൗപദിയുടെ മക്കൾ എന്നിവരെയും അയച്ചു. അവർക്ക് പിന്നിലായി
സൈന്യസമേതം ഭീമസേനൻ, സാത്യകി, അർജുനൻ എന്നിവരും പോയി. വിരാടൻ, ദുരുപദൻ, യുധിഷ്ഠിരൻ എന്നിവരും സൈന്യത്തോടൊപ്പം ഇവർക്ക് പിന്നാലെ പടക്കളത്തിലേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കൗരവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി യുധിഷ്ഠിരൻ സൈന്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. പാഞ്ചാലിയുടെ മക്കൾ അഭിമന്യു, നകുലൻ, സഹദേവൻ, 10,000 കുതിരപ്പടയാളികളുള്ള പ്രഭർദക വീരന്മാർ, 2,000 ആനകൾ, 500 രഥസൈനികർ എന്നിവരെ ഭീമസേനൻ്റെ ഒപ്പം മുൻനിരയിൽ നിർത്തി. വിരാടൻ, ജയൽസേനൻ, യുധാമന്യു, ഉത്തമൗജസ് എന്നിവരെ സൈന്യങ്ങൾക്ക് ഇടയിലായി നിർത്തി. ഇവർക്ക് പിന്നിലായി മധ്യഭാഗത്ത് ശ്രീകൃഷ്ണനും അർജുനനും നിലകൊണ്ടു. ഇവർക്ക് ചുറ്റും 10,000 വീതമുള്ള 2 വിഭാഗം കുതിരപ്പടയും 5,000 ഗജസൈന്യവും അതിലേറെ കാലാൾപ്പടയും നിലകൊണ്ടു. ഇവർക്ക് പിന്നിലായി സാത്യകിയും ലക്ഷക്കണക്കിന് രഥസൈന്യവും ഉണ്ടായിരുന്നു. അനേകം ഇതര വാഹനങ്ങളിലും സൈനികർ ഇവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇരു സൈന്യവും കുരുക്ഷേത്ര ഭൂമിയുടെ ഇരുഭാഗങ്ങളിലായി അണിനിരന്നു. ആവേശത്തിൻ്റെ ശംഖുലിയും ഭേരിയും അത്യുച്ചത്തിൽ മുഴങ്ങുവാൻ തുടങ്ങി. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമായിരുന്നെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു ഭീകരയുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ്. ഇതോടെ മഹാഭാരതത്തിലെ ഉദ്യോഗപർവം സമാപിക്കുന്നു. ഉദ്യോഗം എന്ന വാക്കിന് ജോലി, പ്രവൃത്തി എന്നൊക്കെയാണ് അർത്ഥം. ഉദ്യോഗപർവത്തിൽ നടന്നത് സർവനാശകാരിയാകാവുന്ന ഒരു യുദ്ധം ഒഴിവാക്കുവാനും അത് നടത്തുവാനുമുള്ള ഉദ്യോഗങ്ങളാണ് ഇവിടെ നടന്നത്. ശ്രീകൃഷ്ണനടക്കം ഉള്ള സമർത്ഥരായ ധാരാളം ദൂതന്മാർ ചർച്ചകൾക്കും നേതൃത്വം നൽകിയെങ്കിലും ഒരു യുദ്ധം ഒടുവിൽ അനിവാര്യമായി. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ദുര്യോധനൻ യുദ്ധം തന്നെ വേണമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ ആ യുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഇരു സൈന്യവും യുദ്ധക്കളമായ കുരുക്ഷേത്രത്തിൽ അണിനിരന്നു. ഇനി യുദ്ധമാണ്. ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന കുരുക്ഷേത്ര യുദ്ധം 9ാം പർവമായ ശല്യപർവത്തിൽ അവസാനിക്കുന്നു. എങ്കിലും 10ാം പർവമായ സൗപ്തിക പർവത്തിൽ ഒരു കൂട്ടക്കുരുതി കൂടി നടക്കുന്നുണ്ട്. മഹാഭാരത യുദ്ധം അവസാനിക്കുന്നത് ദുര്യോധനൻ്റെ മരണത്തോടു കൂടിയാണ്. ഇനി നമുക്ക് ഭീഷ്മപർവത്തിലെ കഥകൾ പറഞ്ഞു തുടങ്ങാം. ആ കഥകൾ നമുക്ക് അടുത്ത ദിവസം മുതൽ കേൾക്കാം.